ഹലോ എവ്രി വൺ, ഞാൻ നസിയ കുന്നമ്മൽ, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ്, അഡ്വാൻസ്ഡ് മൊബൈൽ കൗൺസിലിംഗ് സെൻറ്റർ. അപ്പോൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് മെയിനായിട്ട് നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്ന് നമ്മൾക്ക് എങ്ങനെ പുറത്തു വരാം, അതിന് സഹായിക്കുന്ന ചില കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പം ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ പ്രശ്നത്തെ, പ്രോബ്ലത്തെ തിരിച്ചറിയുക, ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മളെ അലട്ടുന്ന പ്രശ്നം എന്താണെന്ന് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. എന്തുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടായതെന്ന് നമ്മൾ സ്വയം ചോദിച്ച് മനസ്സിലാക്കുക. വാട്ട് പേവ്ഡ് ദ വേ ടു ബിൽഡ് ദിസ് പ്രോബ്ലം ഇൻ മൈ ലൈഫ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ല, ഒരു പ്രശ്നം ചുമ്മാ അങ്ങ് വരില്ല. അത് ആരോഗ്യപരമായിട്ടാണെങ്കിലും വേണ്ടില്ല, നമ്മുടെ സാമ്പത്തികപരമായിട്ടായാലും വേണ്ടില്ല, ഏത് തരത്തിലായാലും അതിനൊരു ഒരു കോസ് ആൻഡ് എഫക്റ്റ് എന്നുള്ള ഒരു തിയറിയിലായിരിക്കും കാര്യങ്ങൾ പോകുക. അപ്പം എന്തെങ്കിലും ഒരു കോസ് ഉണ്ടാവും, ഒരു കാരണം ഉണ്ടാവും ഒരു പ്രശ്നം ഡെവലപ്പ് ചെയ്ത് വരുന്നില്ല. അപ്പൊ അതെന്താണെന്ന് ശരിക്കും നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഈ പ്രോബ്ലം എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിനെ ബാധിക്കുന്നത് എന്നും നമ്മൾ തിരിച്ചറിയണം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കണം. പലപ്പോഴും നമ്മുടെ ഭയങ്ങൾ, നമ്മുടെ പ്രോബ്ലംസ് നമ്മൾ ചിലപ്പം മനസ്സിൽ ഉണ്ടാക്കി കൂട്ടുന്ന കുറെ കാര്യങ്ങൾ മാത്രമായിരിക്കും. അത് തന്നെ, അതിന് ഈ ഒരു ഉത്തരം കണ്ടെത്തിയാൽ തന്നെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളിൽ നമുക്ക് മുക്തി നേടാൻ കഴിയുമെന്നുള്ളതാണ്. കാരണം എന്താണ്, ചിലപ്പോൾ അത് വെറും ഒരു കോഗ്നിറ്റീവ് തലത്തിൽ മാത്രം ഒതുക്കി നിൽക്കുന്ന ഒരു പ്രോബ്ലം ആയിരിക്കും. അങ്ങനെ സംഭവിച്ചാൽ എന്തായിരിക്കും, ഇങ്ങനെ സംഭവിച്ചാൽ എന്തായിരിക്കും എന്നുള്ള കുറെ ചിന്തകളായിരിക്കും, അല്ലെ? ഇനി സെക്കൻഡ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പ്രശ്നത്തിനെ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെക്കൻഡ് എന്ന് പറയുന്നത് നമ്മൾ സീക്കിംഗ് ഹെൽപ്പ് എന്നുള്ളതാണ്. അത് പലപ്പോഴും എല്ലായ്പ്പോഴും ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് ആയിക്കൊള്ളണമെന്നില്ല. അതിൻ്റെ ആവശ്യം വരുമ്പോൾ നമുക്ക് പ്രൊഫഷണലി ഹെൽപ്പ് നേടാം. ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തോ അതുപോലെ തന്നെ സൈക്കോതെറാപ്പിസ്റ്റിൻ്റെ അടുത്തോ ഒക്കെ പോയിട്ട് നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളെ നമ്മൾക്ക് അത് വെച്ചിട്ട് നമുക്ക് അന്വേഷിച്ച് നോക്കാം, വാട്ട് ഈസ് ദ പ്രൊഫഷണൽ റെമഡി ഫോർ ഓൾ ദീസ് തിങ്സ് എന്നുള്ളത്. അപ്പം ആദ്യമായിട്ട് തന്നെ നമ്മൾ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. പകരം വിശ്വസ്തരായിട്ടുള്ള സുഹൃത്തുക്കളോ കുടുംബാംഗങ്ങളോ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരുമായിട്ട് നമ്മൾ നമ്മുടെ പ്രശ്നങ്ങൾ പങ്കുവെക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ആരെങ്കിലും ഒരു ഫ്രണ്ടോ അല്ലെങ്കിൽ ഒരു നമുക്ക് ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഒരു ഫാമിലി മെമ്പറോ ഇല്ലാതെ ഇരിക്കില്ല. ഇല്ല എന്ന് പൂർണ്ണ ബോധ്യമാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു കാര്യം ഞാൻ അവരോട് പറഞ്ഞാൽ എനിക്കത് കൂടുതൽ നെഗറ്റീവ് ഇമ്പാക്ട്സ് ഉണ്ടാക്കും എന്നുള്ളതാണ് നിങ്ങൾക്ക് ഭയമെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഉടനെ തന്നെ ഒരു കൗൺസിലിംഗ് സെൻറ്ററുമായിട്ട്, ഇപ്പോൾ ഓൺലൈൻ വഴിയുമായിട്ട് നമ്മൾ അഡ്വാൻസ് മൊബൈൽ കൗൺസിലിംഗ് സെൻ്ററൊക്കെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെയാണ് എല്ലാ കൗൺസിലിംഗ് ഫെസിലിറ്റീസും ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ അവരുമായിട്ടൊക്കെ നിങ്ങൾ ഒരു അപ്പോയിൻമെൻ്റ് എടുത്ത് മുന്നോട്ട് പോവുക. അപ്പം ആവശ്യമെങ്കിൽ ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലിനെ സഹായം തേടുക എന്നുള്ളത് വളരെ, നമുക്കതിനെക്കുറിച്ച് ഷെയിമോ അല്ലെങ്കിൽ ഒരു നെഗറ്റിവിറ്റി ഒന്നും കരുതേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് മെയിനായിട്ട് പറഞ്ഞു വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ പ്രശ്നത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത് എപ്പോഴും, അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് എപ്പോഴും ഒരു ആശ്വാസം നൽകും എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. സോ ടോക്ക് ടു സമൺ ഹൂ യു ട്രസ്റ്റ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം അതൊരു നെറേറ്റീവ് തെറാപ്പി എന്ന് നമ്മൾ നമ്മുടെ പ്രൊഫഷണൽ ടേംസിൽ അതിനെ പറയാൻ പറ്റും. ലെറ്റ് ദം സ്പീക്ക്. മറ്റുള്ളവർ നമ്മളോട് സംസാരിക്കാൻ വരുമ്പോൾ ഇത് ഒരേ കാര്യം തന്നെ, ഈ പറഞ്ഞ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, എനിക്കിതിനൊന്നും നേരമില്ല എന്ന് പറഞ്ഞ് പലരും അങ്ങോട്ടും ഇങ്ങോട്ടും അടക്കം പറയാറോ അല്ലെങ്കിൽ കളിയാക്കാറോ ഒക്കെ ഉണ്ട്. ഓ, അതാ ഫോൺ വരുന്നു, ഇനിയിപ്പോൾ ഇത് എന്നെ പറഞ്ഞുകൊണ്ടിരിക്കും എന്നുള്ളത്. പക്ഷെ അവർ വെറും ഒരു ടൈം പാസിന് വേണ്ടിയിട്ടാണ് വിളിക്കുന്നതെങ്കിൽ ദാറ്റ്സ് ഓക്കെ. പക്ഷെ അവരൊരു പ്രയാസത്തിലൂടെ പോകുന്ന മൊമെന്റിലാണെങ്കിൽ അത് പലതരത്തിലായിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവർക്ക് നിങ്ങളുടെ സമയം കൊടുക്കുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് നിങ്ങൾക്ക് ചിലപ്പോൾ ട്രിവിയൽ ആയിരിക്കാം, നിങ്ങൾക്ക് ചിലപ്പോൾ അത് ബോറിംഗ് ആയിരിക്കാം, ബട്ട് അവരെ സംബന്ധിച്ച് അത് വലിയൊരു പ്രോബ്ലം ആയിരിക്കാം, അല്ലെങ്കിൽ അവരെ സംബന്ധിച്ച് അതൊരു ജീവൻ മരണ പോരാട്ടം തന്നെ ആയിരിക്കാം. സോ അത് കാരണം നിങ്ങളൊരു സമയം കൊടുക്കാത്തത് കാരണം കൊണ്ട് നിങ്ങൾ അവരെ പല കടുങ്കൈകളിലോട്ടും മറ്റുള്ള കാര്യങ്ങളിലോട്ടൊന്നും തള്ളിവിടരുത്. അവർക്ക് ഒരു പ്രാവശ്യം റിജക്ഷൻ കിട്ടിയാൽ പിന്നെ ഒരിക്കൽ പോലും അത് നിങ്ങളിലോട്ട് തിരിച്ചു വരാൻ അവർ തയ്യാറായിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ നിങ്ങൾ മാതാപിതാക്കളായിരിക്കും ഇത് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ടീച്ചേഴ്സ് ആയിരിക്കാം. അപ്പം ആരെങ്കിലും ഒരു പ്രയാസപ്പെട്ട് നിൽക്കുന്ന സ്റ്റുഡൻറ്റോ മക്കളോ അല്ലെങ്കിൽ വീട്ടിലത്തെ ആരെങ്കിലും ആണെങ്കിൽ ഗീവ് യോർ ഇയർ,
എന്നുള്ളത് തന്നെയാണ്. നിങ്ങൾ എംപത്തറ്റിക് ആയിട്ട് നിങ്ങൾ ഹിയർ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് തീരെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ നിങ്ങൾ പറയുക പ്രൊഫഷണൽ ഹെൽപ്പ് നമുക്ക് എടുക്കാം എന്നുള്ള ഒരു സൊല്യൂഷൻ ആരും അറിയാണ്ട് തന്നെ ഞാൻ നിന്നെ സഹായിക്കാം, ഇങ്ങനെ ഇങ്ങനെ മാർഗങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവർക്ക് നമ്മുടെ നമ്പേഴ്സൊക്കെ കൊടുത്ത് നിങ്ങൾ അവരെ സഹായിക്കുക എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് വൺ തേർഡ് ടിപ്പ് വിൽ ബി നമ്മൾ എന്താ പറയുക, സെൽഫ് കെയർ എന്നുള്ളതാണ്. അതായത് നമ്മളുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള ആരോഗ്യത്തിന് നമ്മൾ പ്രാധാന്യം നൽകുക, ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതായത് ശരിയായിട്ടുള്ള അളവിലുള്ള ഉറക്കം, അതുപോലെ തന്നെ ന്യൂട്രീഷ്യസ് ഫുഡ്, അതുപോലെ തന്നെ വ്യായാമം, എക്സസൈസ് എന്നിവ പരമാവധി നമ്മൾ ഉറപ്പുവരുത്താൻ ശ്രമിക്കുക തന്നെ വേണം. അത് നമ്മൾ സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ് എന്ന ഒരു പോളിസി നമ്മൾ ലൈഫിൽ കൊണ്ട് നടക്കുക എന്നുള്ളതാണ്. അതായത് ഇന്നിപ്പോൾ എനിക്ക് ഒരു 25 മിനിറ്റ്സ് ഒന്നും എക്സസൈസ് ചെയ്യാൻ വയ്യ എന്നില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 2 മിനിറ്റ്സിനെങ്കിലും നമ്മളെ ബോഡി ഒന്ന് ഇളക്കാനുള്ള, അല്ലെങ്കിൽ ഒന്ന് ബ്രിസ്ക് വാക്കിങ്ങിലോട്ട് പോകാനുള്ള എന്തെങ്കിലും ഒരു കാര്യം, അത് കംപ്ലീറ്റ്ലി നെഗേറ്റ് ചെയ്യാണ്ട് എന്തെങ്കിലും ആ ഒരു ഗോളിലോട്ട് ഞാൻ ചെയ്തു എന്നുള്ളൊരു ബോധ്യത്തിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി എന്തെങ്കിലും ഒരു ശ്രമം നടത്തുക. ഐ ഓൾവേസ് സേ സംതിങ് ഈസ് ഓൾവേസ് ബെറ്റർ ദാൻ നത്തിങ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എന്തെങ്കിലും ഒന്ന് ചെയ്യുക. അതിന്ന് ചിലപ്പോൾ പൂർണ്ണമായിക്കൊള്ളണമെന്നില്ല, പക്ഷേ ഇന്നത് ചെയ്തിട്ടുണ്ടെങ്കിൽ, ചെറുതായിട്ടെങ്കിലും നമ്മൾ ചെയ്തിട്ട് നാളെ അതിലോട്ട് നമുക്ക് കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാം. കാരണം എന്താണ്, ഇന്നലെയും ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു ബോധ്യത്തിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യാം അടുത്തൊരു സ്റ്റെപ്പിലോട്ട് നാളെ പോകുന്നത്. അത് നേരെ മറിച്ചോ ഇന്നലെ ചെയ്തില്ല, ഓക്കെ ഇനിയിപ്പോൾ ഇനി അത് ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്നുള്ളൊരു തീരുമാനത്തിലോട്ട് മനസ്സെത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് സംതിങ് ഈസ് ഓൾവേസ് ബെറ്റർ ദാൻ നത്തിങ് എന്ന് പറയുന്നത്. പിന്നെ വരുന്ന ഒരു കാര്യം, നമ്മൾക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങളിൽ നമ്മൾ ഏർപ്പെടുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ്. മറ്റുള്ളവർക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങളല്ല, ആദ്യം സ്വയം സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക, അതിനുശേഷം മറ്റുള്ളവർക്ക് അതിൽ നിന്നൊരു പങ്ക് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട പോളിസി. അല്ലാതെ നമ്മൾ ഈ ലിറ്ററേച്ചർ ബുക്സിലൊക്കെ കാണുന്നത് പോലെ ഞാനൊരു മെഴുകുതിരിയായി സ്വയം ഒരുക്കി മറ്റുള്ളവർക്ക് വെളിച്ചം നൽകി എന്നൊക്കെ പറയുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വായിക്കാനും ഇമോഷണലി അത് നമ്മളെ എംപവർ ഒക്കെ ചെയ്യുമെങ്കിൽ പോലും ജീവിതത്തിൽ അത് പാലിക്കാൻ പലപ്പോഴും നല്ലതല്ല. അത് നിങ്ങളുടെ മെന്റൽ ഹെൽത്തിന് ഒരിക്കലും നല്ലതല്ല. അപ്പം എന്ത് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും തന്നെ എന്ത് ചെയ്യാം, സ്വയം സന്തോഷം കണ്ടെത്തുന്ന കാര്യങ്ങളിൽ ഏർപ്പെടുക. അത് നിങ്ങൾക്ക് എന്താണോ സന്തോഷം, മറ്റുള്ളവർക്ക് കിട്ടുന്ന സന്തോഷം നിങ്ങൾക്ക് കിട്ടിക്കൊള്ളണം എന്നുണ്ടാവില്ല. അത് ആദ്യം മനസ്സിൽ, നിങ്ങളുടെ സന്തോഷം വേറെ ആയിരിക്കാം. ചിലവർക്ക് അത് പഠനമായിരിക്കാം, ചിലവർക്ക് അത് ഗാർഡനിങ് ആയിരിക്കാം, ചിലവർക്ക് വീട് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതായിരിക്കാം, അതുപോലെ തന്നെ ചിലവർക്ക് പുതിയ പുതിയ കോഴ്സുകളോ കാര്യങ്ങളോ ചെയ്യുന്നതായിരിക്കാം, ചിലവർക്കത് പിന്നെ റിലീജിയസ് ആയിട്ട് അപ്ലിഫ്റ്റഡ് ആയിരുന്നായിരിക്കാം. അപ്പം നിങ്ങൾക്ക് എന്താണ് സന്തോഷം, ചിലവർക്കത് വേറെ എന്തെങ്കിലുമൊക്കെ തരത്തിലായിരിക്കും. അത് നന്മയിലോട്ട് നയിക്കുന്ന ഒരു കാര്യമാണെന്ന് ഉറപ്പുവരുത്തണം. അതും കൂടി നമ്മൾ നോക്കണം കേട്ടോ. അല്ലെങ്കിൽ അത് തീർച്ചയായിട്ടും അതൊരു നെഗറ്റീവായിട്ട് സമൂഹത്തിലോട്ടും നമ്മളിലോട്ടും തിരിച്ചു വരും, നമ്മളെ കുടുംബത്തിലോട്ടും. അപ്പോൾ ആദ്യം എൻ്റെ ഇഷ്ടമാണ് എനിക്ക് വലുത് എന്ന് പറഞ്ഞുകൊണ്ട് ചാടിക്കളഞ്ഞ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൂട്ടുന്നതിന് പകരം അത് നന്മയുള്ള കാര്യമാണോ എന്ന്, മൂല്യങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള നന്മയുള്ള കാര്യമാണോ എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ അത്തരം സന്തോഷങ്ങളിലോട്ട് ഏർപ്പെടാൻ. അതായത് മറ്റുള്ള കുടുംബത്തെ നശിപ്പിച്ചുകൊണ്ടുള്ള ചില സന്തോഷങ്ങൾ തേടലൊക്കെ ഉണ്ട്, അതൊന്നും പാടില്ല. അതൊന്നും ഒരിക്കലും ആർക്കും സ്വന്തം ഇപ്പൊ ഒരു താൽക്കാലികമായിട്ട് എന്തെങ്കിലും സന്തോഷം നൽകിയാലും തീർച്ചയായിട്ടും അത് ഒരിക്കലും ഒരു ലോങ് ലാസ്റ്റിംഗ് ഹാപ്പിനെസ് നിങ്ങൾക്ക് തരില്ല എന്നുള്ളതും കൂടി ഞാനിവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ബ്രീത്തിങ് എക്സസൈസും ബ്രിസ്ക് വാക്കിംഗ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ സെൽഫ് കെയറിൻ്റെ ഭാഗമായിട്ട് ശീലിക്കുക എന്നുള്ളത്. ഇപ്പോൾ സ്ത്രീകളാണെങ്കിൽ അവർക്ക് അവരെ തന്നെ ഒന്ന് മേക്ക് ഓവർ ചെയ്തുകൊണ്ടും, അതുപോലെ തന്നെ അത്യാവശ്യം കുഞ്ഞു കുഞ്ഞു ഫേഷ്യൽസോ കാര്യങ്ങളൊക്കെ വീട്ടിൽ തന്നെ ചെയ്തുകൊണ്ടൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിനെ ഒരു പോസിറ്റിവിറ്റി, കാരണം സ്ത്രീകളെ സംബന്ധിച്ച് ഒരുങ്ങുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഒരുങ്ങി പ്രദർശിപ്പിക്കണം എന്ന് നമ്മൾ പറയുന്നില്ല, പ്രദർശിപ്പിക്കേണ്ട ആവശ്യമില്ല. പകരം നിങ്ങൾക്ക് നിങ്ങളിൽ ഹാപ്പിനെസ് കണ്ടെത്തുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വേണ്ട രീതിയിൽ നിങ്ങളുടെ ഒരു പ്രൈവറ്റ് സ്പേസിൽ നിങ്ങൾ സന്തോഷം കണ്ടെത്തിയാൽ തീർച്ചയായിട്ടും അത് പുറത്തോട്ട് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് നൽകാൻ, ഫാമിലിയിലോട്ടും ഫ്രണ്ട്സിലോട്ടും ഒക്കെ പകർന്നു കൊടുക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഇനി 4th വൺ വിൽ ബി പോസിറ്റീവ് തോട്ട്സ് എന്നുള്ളതാണ്. നെഗറ്റീവ് ചിന്തകളെ ഒഴിവാക്കിയിട്ട് പോസിറ്റീവായിട്ടുള്ള ചിന്തകളെ നമ്മൾ
നട്ട് വളർത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതായത് ഇപ്പം നമ്മളുടെ മനസ്സിൽ കുറേ തോട്ട്സ്, മിക്കവാറും നെഗറ്റീവ് തോട്ട്സ് ആയിരിക്കും വരുന്നത്. ഉടനെ തന്നെ അതിനൊരു പോസിറ്റീവ് തോട്ട്സുമായിട്ട് സ്വാപ്പ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, എന്നെ ഒന്നിനും കൊള്ളില്ല, ഐ എം ഗുഡ് ഫോർ നത്തിങ്. എനിക്കൊരു ഓസ്ട്രേലിയയിൽ നിന്നുള്ള ഒരു ക്ലയൻറ്റ് ഉണ്ട്. ആ കുട്ടി എപ്പോഴും പറയുന്നതാണ്, എണീക്കുമ്പോൾ തന്നെ എനിക്ക് ഐ ഫീൽ ലൈക്ക് ഐ എം സ്റ്റൂപ്പിഡ്, ഐ എം ഗുഡ് ഫോർ നത്തിങ് എന്നുള്ള തോട്ട്സ് ആണ് ഏറ്റവും കൂടുതൽ എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പം ഇവിടെ നമ്മൾ അതിനെ നട്ട് വളർത്തി കഴിഞ്ഞ കുറേ തോട്ട്സ്. അപ്പം നമ്മൾ തുടക്കം തന്നെ ഇതിനെ നമ്മൾ അഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കണം. അതായത് ഒരു നെഗറ്റീവ് തോട്ട് നമ്മളിലോട്ട് വരുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ അതിനെ റിയലിസ്റ്റിക് ചെക്കിങ്ങിലൂടെ കൊണ്ടുപോയിട്ട് ഹൗ ക്യാൻ ദിസ് ബി ട്രൂ എന്ന് ചോദിച്ചുകൊണ്ട് ഈ ഐ എം ഗുഡ് ഫോർ നത്തിങ്, വൈ എന്നുള്ളത്, എന്തുകൊണ്ടാണ് എനിക്ക് തോട്ട് വരുന്നത്, ഇത് സത്യമാണോ, ഞാൻ ഗുഡ് ഫോർ നത്തിങ് ആണെങ്കിൽ ഇന്ന കാര്യങ്ങൾ, എന്തൊക്കെ അച്ചീവ്മെന്റ്സ് എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്, ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ കണ്ട് മനസ്സിലാക്കി നമ്മുടെ ലൈഫിൽ നിന്ന് പിക്ക് ഔട്ട് ചെയ്യണം. ഒന്നും വേണ്ട, നമ്മൾ ഇത്രയും കാലം ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ്. നമ്മൾ ബ്രീത്തിങ്, നമ്മൾ ശ്വാസം എടുക്കുന്നു എന്നുള്ളത് തന്നെ നമ്മുടെ റെസിലിയൻസിന്റെ പവർ തന്നെയാണ്, അല്ലേ? അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഓരോ സമയങ്ങളിൽ വലിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ അത് ചിലപ്പം അതിനെ എൻറ്റയർലി, എത്രയോ ആളുകളുണ്ട് ലൈഫ് വിട്ട് നമ്മൾ ലൈഫ് അവസാനിപ്പിച്ചവരുണ്ട്. അപ്പോൾ അവരെയൊക്കെ കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ റെസിലിയൻസ് പവർ തന്നെ നമ്മൾക്കൊരു പോസിറ്റീവ് ചിന്തയാക്കി എടുക്കാം. അപ്പോൾ സ്വാപ്പിംഗ് ദ നെഗറ്റീവ് തോട്ട് വിത്ത് എ പോസിറ്റീവ് തോട്ട്, വളരെ ആ മൊമെന്റിൽ തന്നെ നമ്മൾ അതിനെ സ്വാപ്പ് ചെയ്യണം. റിയലിസ്റ്റിക് ചെക്കുകളിലൂടെ പോയിട്ട് നമ്മൾ ഓപ്പോസിറ്റ് ആയിട്ട് ഐ എം വർത്തി ഇനഫ് എന്നുള്ള രീതിയിലോട്ട് നമ്മൾ അതിനെ മാറ്റി കൊണ്ടുവരിക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമ്മളുടെ കഴിവുകളിൽ നമ്മൾ വിശ്വസിക്കുക. ഇനി നാട്ടിലുള്ള എല്ലാവരും വിശ്വസിച്ചാൽ, ലോകമെമ്പാടും നമ്മളുടെ കഴിവുകളിൽ വിശ്വസിച്ചാലും നമ്മൾക്ക് സ്വയം അതിലൊരു വിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ അത് നമ്മൾക്ക് ഒരിക്കലും ഉപകാരപ്പെടില്ല. നമ്മളെപ്പോഴും ആരെങ്കിലും എന്തെങ്കിലും ഒരു കോംപ്ലിമെന്റ് തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓ ഐ ഡോണ്ട് ഡിസേർവ് ഇറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ ഒഴിഞ്ഞു മാറി നടക്കാനുള്ളൊക്കെ ഒരു പ്രവണത ഉണ്ടായിരിക്കും. നിങ്ങൾ എന്താ എന്നെ കളിയാക്കുകയാണോ എന്ന് ചോദിക്കുന്നവരുണ്ട്. എത്ര അവർക്ക് കോംപ്ലിമെന്റ് സ്വീകരിക്കാൻ കഴിയാത്തൊരു മെന്റാലിറ്റിയിലായിരിക്കും ഇരിക്കുന്നത്. അപ്പം അതെന്തുകൊണ്ടാണ്? നമുക്ക് നമ്മളെ കഴിവിൽ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ്. ഓക്കെ. അതുപോലെ തന്നെ നമ്മൾക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ ചിന്തിക്കുക. നമ്മൾ കൂടുതൽ ചിന്തിക്കുന്ന എപ്പോഴും നമ്മുടെ നെഗറ്റിവിറ്റി ആയിരിക്കും. ഞാൻ ആ ഒരു എക്സാമിൽ ഫെയിൽ ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു എക്സാം എനിക്ക്, അല്ലെങ്കിൽ ഇന്നൊരു ഇയറിൽ എനിക്ക് നന്നായി പെർഫോം ചെയ്യാൻ പറ്റിയില്ല, അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മുടെ ചിന്തകൾ കൂടുതലും നമ്മളുടെ ഫെയിലിയേഴ്സിലായിരിക്കും തങ്ങി നിൽക്കുന്നത്. പക്ഷേ എന്ത് ചെയ്യണം? നമ്മൾ റിയലിസ്റ്റിക് ആയിട്ട് നമ്മൾക്ക് നമ്മുടെ പോസിറ്റീവ് കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുകയും നമ്മളെ ലൈഫിലെ ചെറിയ ചെറിയ അച്ചീവ്മെന്റ്സിനെ സെലിബ്രേറ്റ് ചെയ്യുകയും അതിനെ വിഷ്വലൈസ് ചെയ്തുകൊണ്ട് നമ്മൾ എനിക്ക് അത് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതും ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഒരു മെന്റാലിറ്റി ഡെവലപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ വരിക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ ടൂ മച്ച് ഓഫ് ഓവർ കോൺഫിഡൻസും പാടില്ല. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് റിയലിസ്റ്റിക് ആയിട്ട് വേണം നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കാൻ എന്നുള്ളത്. ഓക്കെ. നമുക്ക് നടക്കാത്തൊരു കാര്യത്തിനെ കുറിച്ച് നമ്മൾ വിഷ്വലൈസ് ചെയ്തിട്ട് അതിൻ്റെയൊക്കെ റിസോഴ്സസ് ഉണ്ടോ, ഇതൊക്കെ എനിക്ക് പറ്റുന്നതാണോ എന്ന് പൂർണ്ണ ബോധ്യത്തോടെ കൂടി സ്മാർട്ടായിട്ട് വേണം നമ്മൾ കാര്യങ്ങളെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ളതാണ്. കാരണം ഈ പോസിറ്റീവ് ചിന്തകളെല്ലാം തന്നെ നമ്മളുടെ മാനസികാവസ്ഥയെ, മെൻ്റൽ ഹെൽത്തിനെ വളരെയധികം പ്രോഗ്രസ് ചെയ്യിപ്പിക്കുകയും മെച്ചപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നതാണ്. ഓക്കെ. ദെൻ ഫിഫ്ത്ത് വൺ, ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് നമ്മൾ പേഷ്യൻസ് എന്ന് പറയും. പേഷ്യൻസ് ഇല്ലാത്തവരെല്ലാം തന്നെ പേഷ്യൻ്റായി മാറും എന്നുള്ള, പേഷ്യൻ്റ് ഇൻ എ സെൻസ് രോഗി. ഓക്കെ. പേഷ്യൻറ്റിന് രണ്ട് അർത്ഥങ്ങളുണ്ട്, അല്ലെ? ഒന്ന് രോഗി എന്നുള്ള അവസ്ഥയും ഒന്ന് നമ്മൾക്ക് വളരെ ക്ഷമയുള്ള ഒരാൾ എന്നുള്ള അർത്ഥമുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കണം, അത്യാവശ്യം ക്ഷമയില്ലെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു മെൻ്റൽ ഹെൽത്ത് പേഷ്യൻ്റ് ആയിട്ട് മാറാൻ സാധ്യതയുള്ള കാര്യം തന്നെയാണ്. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തു വരാൻ തീർച്ചയായിട്ടും സമയമെടുക്കും. ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ബെഡ് ഓഫ് റോസസ് അല്ല. അവിടെ പ്രശ്നങ്ങൾ വരും. ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എന്താ പറയുക, ഒരു കോമ്പിനേഷൻ ഓഫ് പ്രോബ്ലംസ് തന്നെയാണ്. ഒരു പ്രശ്നം വരുന്നു, അത് സോൾവ് ചെയ്യുന്നു, നമ്മൾ മുന്നോട്ട് പോകുന്നു. അടുത്ത പ്രശ്നം വരുന്നു, സോൾവ് ചെയ്യുന്നു, മുന്നോട്ട് പോകുന്നു. അത് പണമുള്ളവർക്ക് പണമുള്ള തരത്തിലുള്ള ട്രയൽസ് ആൻഡ് ട്രിബുലേഷൻസ് ആയിരിക്കും. അല്ലാത്തവർക്ക്
അതിൻ്റെതായിട്ടുള്ള അല്ലെങ്കിൽ ചിലർക്ക് രോഗാവസ്ഥയായിരിക്കും, ചിലർക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. എനിവേസ് ഇൻ നച്ചൽ എന്ന് പറയാനുള്ള എന്താ വെച്ചാൽ, പ്രശ്നങ്ങൾ ഇല്ലാത്തൊരു ജീവിതമില്ല. അത് ആർക്ക് തന്നെ, മറ്റൊരാൾക്ക് പ്രശ്നമില്ല, അവർ ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര സക്സസ്ഫുൾ ആണ് എന്ന് നമ്മൾ ഇപ്പറേ ഇരുന്ന് എന്താ പറയുക അക്കരെ പച്ച എന്ന് ചിന്തിക്കുന്നത് കൊണ്ട് മാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. പ്രശ്നങ്ങളിൽ നിന്ന് തീർച്ചയായിട്ടും നിങ്ങൾ ഒരു പ്രശ്നത്തിൽ പെട്ട് കിടക്കുക, വോട്ടോർ ഇറ്റ് മേ ബി, അതിൽ നിന്ന് പുറത്തു വരാൻ കഴിയും. പുറത്തു വരുന്നതിന് സമയമെടുക്കും. ഇത് നമ്മളൊരു രോഗാവസ്ഥയിൽ പെട്ടാൽ പോലും നമ്മൾ ഇത് തന്നെ ചിന്തിക്കണം എന്നുള്ളതാണ്. എന്നിട്ട് നമ്മൾ ക്ഷമയോടെ പ്രാർത്ഥനയോടെ കാത്തിരിക്കുക ഫോർ ദ റൈറ്റ് മൊമെന്റ് എന്നുള്ളതാണ്. അല്ലാതെ അപ്പം തന്നെ മനസ്സ് അപ്സെറ്റ് ആയിട്ട് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് നമ്മൾ നിൽക്കരുത്. പ്രോസസ്സിങ് ടൈം ഉണ്ടാവും, ഗ്രീഫ് പ്രോസസ്സിങ് ടൈം ഉണ്ടാവും, അത് എടുക്കുക. അതിനുശേഷം നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ പുരോഗതിയിൽ, നമ്മുടെ പ്രോഗ്രസ്സിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ മറ്റുള്ളവരിലാണ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്നത്. നമ്മൾ ഇൻസ്റ്റാഗ്രാം എടുത്തിട്ടും ഫേസ്ബുക്ക് എടുത്തിട്ടും മറ്റുള്ളവരുടെ പോസ്റ്റ്. എനിക്കൊരു ക്ലയൻറ്റ് റീസെൻ്റ് ആയിട്ട് വന്നിരുന്നു. ആ കുട്ടി പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ, കല്യാണം കഴിഞ്ഞു മക്കളൊക്കെ ഉണ്ട്. അപ്പോൾ അവർ പറയുന്നത്, ഞാൻ ഇൻസ്റ്റാഗ്രാം എടുത്തു കഴിഞ്ഞാലും ഫേസ്ബുക്ക് എടുത്തു കഴിഞ്ഞാലും എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ പോലും അത്ര പഠിക്കാത്ത ഫ്രണ്ട്സ്, അവരും മറ്റുള്ള സ്ഥലങ്ങളിൽ പോകുന്നു, ഹാപ്പി ആയിട്ടിരിക്കുന്നു, എന്തൊക്കെയൊക്കെയോ ചെയ്യുന്നു. അതുപോലെ തന്നെ അവർ പിന്നെ മക്കളുമായിട്ടൊക്കെ തന്നെ മറ്റുള്ള രാജ്യങ്ങൾ കാണാൻ പോകുന്നു, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ടും എനിക്കൊന്നും ആവാൻ പറ്റിയില്ല. ആ കുട്ടി കോഴ്സും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം എന്താണ്, ഒരു കൈൻഡ് ഓഫ് കമ്പാരിസൺ. അവരുടെ ലൈഫിൽ അവരെന്താണ് ചിലപ്പോൾ ഫേസ്ബുക്കിലായാലും വേണ്ടില്ല, ഇൻസ്റ്റഗ്രാമിലായാലും വേണ്ടില്ല, ചിലപ്പോൾ റിയൽ ലൈഫ് വേഴ്സസ് റിയൽ ലൈഫ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എന്നുണ്ട്. ചിലപ്പോൾ അതെന്തെങ്കിലുമൊക്കെ ആയിട്ട് അവരെപ്പോഴെങ്കിലും ഉള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ അങ്ങനെ അവർ പോസിറ്റീവായിട്ട് ഇരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കും. അത് നോക്കി നമ്മളിവിടെ വിഷമിച്ചിരിക്കുന്നതിന് നേരം അതുകൊണ്ട് നമുക്ക് ഒരു ഗുണവും ഇല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്, അല്ലേ? അപ്പൊ ഇതൊക്കെ ഒരു നെഗറ്റീവ് കോഗ്നേറ്റീവ് ഡിസ്റ്റോർഷൻസ് ആയിട്ട് നമ്മുടെ ലൈഫിൽ വന്നതാണ്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട, ഓക്കെ, അവരവരുടെ രീതിയിൽ പ്രോഗ്രസ് ചെയ്യുന്നു, ഞാൻ എൻ്റെ രീതിയിൽ പ്രോഗ്രസ് ചെയ്യണം, എൻ്റെ റിസോഴ്സസും എൻ്റെ എൻവയോൺമെന്റും എന്താണെന്ന് മനസ്സിലാക്കി അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോവാൻ എന്നുള്ളതാണ്. അപ്പൊ എൻ്റെ പ്രോഗ്രസ്സിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാലേ എനിക്ക് പുരോഗതി ഉണ്ടാവുള്ളൂ. നേരെ പറഞ്ഞ് ഞാൻ അവരെക്കുറിച്ച് ചിന്തിച്ചിരുന്നാൽ, അവർ ലൈഫ് എൻജോയ് ചെയ്യുന്നു എന്നൊക്കെ ചിന്തിച്ചിരുന്നാൽ നമ്മൾ എല്ലാ പുരോഗതിയും കൂടി ആകെ ഷട്ട് ഡൗൺ ആയി പോകും എന്നുള്ളതാണ്. അതുപോലെ തന്നെ മിക്ക ആളുകളുടെയും പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ് എന്നുള്ളൊരു ചിന്തയാണ് അവരെ കൂടുതൽ ഡിസ്റ്റർബിങ് ആക്കുന്നതും ഡിസാർട്ടൻ്റ് ആക്കുന്നതും. അപ്പം അതാദ്യം മനസ്സിലാക്കുക. അങ്ങനെ ഒറ്റയ്ക്ക എന്നുള്ളൊരു കോൺസെപ്റ്റ് അത് നമ്മുടെ ഉള്ളിലുള്ള, നമ്മൾ 100 കൂട്ടം ആളുകളുടെ ഇടയിൽ ഇരിക്കുകയാണെങ്കിലും നമ്മൾക്ക് ചിലപ്പോൾ ഈ ലോൺലിനെസ് ഫീലിംഗ് വരാൻ സാധ്യതയുണ്ട്, ഇല്ലേ? അപ്പം അതിനാദ്യം നമ്മൾ ആരുമില്ലെങ്കിലും എൻ്റെ കൂടെ ദൈവമുണ്ട് എന്നുള്ളൊരു ഒരു 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 വിശ്വാസം നിങ്ങളുണ്ടെങ്കിൽ അത് തന്നെ ധാരാളമാണ് ഈ പ്രശ്നത്തിൽ നിന്ന് പുറത്തു കിടക്കാൻ. അപ്പം ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഒറ്റയ്ക്കല്ലെന്ന് നമ്മൾ തീർത്തും ഓർക്കണം. ആരൊക്കെയോ ഉണ്ട് നമ്മുടെ കൂടെ, നമ്മളെ ഇഷ്ടപ്പെടുന്ന പലരും ഉണ്ട്, നമ്മൾ അവരെ ഇപ്പം കാണുന്നില്ല എന്നുള്ളത് നമ്മുടെ പ്രോബ്ലം ആയിരിക്കാം ഒരു പക്ഷേ. അപ്പം അവരുടെ രീതിയിലാണ് അവരുടെ സ്നേഹം റെപ്രസെന്റ് ചെയ്യുന്നതും സ്നേഹം കാണിക്കുന്നതും എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒറ്റയ്ക്ക് എന്നുള്ള ഒരു കാര്യത്തിൽ നിന്ന് നമ്മൾ മാറിക്കൊണ്ട് എല്ലാവരും എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ബോധ്യം അത് വളർത്തിക്കൊണ്ടുവരിക എന്നുള്ള കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി 6th പോയിന്റ് എന്ന് പറയുന്നത്, ചെറിയ കാര്യങ്ങളിൽ തന്നെ നമ്മൾ വളരെയധികം സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക. ചെറിയ ചെറിയ കാര്യങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുക, അതിൽ സന്തോഷം കണ്ടെത്താൻ, ഹാപ്പിനെസ് കണ്ടെത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് നമുക്ക് വേണ്ട ഒരു കാര്യം. നമ്മൾ എസ്പെഷ്യലി സ്ത്രീകൾക്ക് പ്രകൃതിയുമായിട്ട് സമയം ചെലവഴിക്കാനുള്ള ഒരു ടൈം നമ്മൾ കണ്ടെത്തുക. ഇച്ചിരി വെയിൽ കൊള്ളുക, അതുപോലെ തന്നെ റൈറ്റ് ടൈമിലുള്ള വെയിൽ കൊള്ളുക കേട്ടോ. അതുപോലെ തന്നെ ചെറുതായിട്ടൊരു ബ്രിസ്ക് വാക്കിംഗ് നടത്തുക. അതുപോലെ തന്നെ നമുക്കായിട്ട് ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക. പിന്നെ അവിടെ സെർവൻറ്റ് മെയ്ഡ് വരുന്നവർ അവരെന്ത് ചിന്തിക്കും, അല്ലെങ്കിൽ ഇൻലോസ് എന്ത് ചിന്തിക്കും, ഈ ചിന്തിക്കും എന്ന് കരുതിയിട്ടാണ് അവരെന്ത് ചിന്തിച്ചാലും എൻ്റെ ഹെൽത്തിൻ്റെ കാര്യം ഞാനാണ് നോക്കേണ്ടത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ നമ്മുടെ സന്തോഷത്തിന് വേണ്ടി സമയം കണ്ടെത്തുക. എനിക്കിതുപോലെ വേറൊരു ക്ലയൻറ്റ് വന്നിരുന്നു. അവരെല്ലാം കൊണ്ടും ബ്ലെസ്ഡ് ആണ്, നല്ല വീട്, പുറമെ ഒരു രാജ്യത്താണ് ജീവിക്കുന്നത്, എല്ലാം കൊണ്ടുമാണ്. പക്ഷെ അവർ സ്ട്രഗിൾ ചെയ്ത് ജീവിക്കുകയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഇൻലോസിന് അവർ ചെയ്യുന്ന പല കാര്യങ്ങളും ഇഷ്ടമല്ല എന്നാണ് പറയുന്നത്.
അപ്പം ഞാനൊരു കുറേ നമ്മൾ തെറാപ്പി സെഷനിലൂടെയൊക്കെ പോയി അവർ നന്നായിട്ട് ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ വന്ന് അവർക്ക് അവസാനം ഞാൻ പറഞ്ഞു നമുക്ക് ഇച്ചിരി ഒരു 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 നാച്ചുറൽ സപ്ലിമെൻ്റ് എന്നുള്ള രീതിയിൽ ഞാൻ അവരോട് പറഞ്ഞു നമുക്ക് കുറച്ച് കുങ്കുമപ്പൂവ് പാലിൽ എന്തെങ്കിലും കലക്കിയിട്ട് അതൊന്ന് മോർണിംഗിലും ഈവനിങ്ങിലും ഒന്ന് കഴിക്കാൻ നോക്കുക എന്ന് പറഞ്ഞപ്പം അയ്യോ അത് എനിക്ക് പറ്റും തോന്നുന്നില്ല. അപ്പം അതെന്തേ ചോദിച്ചപ്പോൾ പറഞ്ഞു അവർ എനിക്ക് എൻ്റെ ഇൻലോസിന് അത് ഇഷ്ടപ്പെട്ടോളണമെന്നുണ്ടാവില്ല, അതുപോലെ തന്നെ എന്നെ വീട്ടിൽ സഹായിക്കാൻ വരുന്നവർ അപ്പോൾ ഇൻലോസ് അവിടെ വീട്ടിലുണ്ടോ ചോദിച്ചപ്പോൾ ഇൻലോസ് വീട്ടിലില്ല, അവരിപ്പോൾ ഇവിടെ ഇപ്പം നാട്ടിലെവിടെ പോയിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു എങ്ങനെ അവർ അറിയുമെന്ന് ചോദിച്ചപ്പം എൻ്റെ ഇവിടെ വരുന്ന മെയ്ഡ് ഉണ്ട്, ചിലപ്പോൾ മെയ്ഡ് പറഞ്ഞു കൊടുക്കും എന്നുള്ളത്. ഇനിയിപ്പോൾ മെയ്ഡ് പറഞ്ഞു കൊടുത്താൽ എന്താന്ന് ചോദിച്ചു. അല്ല അപ്പം അവർ ബഹളം ഉണ്ടാക്കും, പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പം നിങ്ങൾക്ക് അവർക്ക് ഹസ്ബൻഡിന്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അവരൊരു ഭയത്തിന്റെ നിഴലിലാണ്. ഞാൻ പറഞ്ഞു അവരെന്ത് പറഞ്ഞാലും ഇതെനിക്ക് എൻ്റെ സന്തോഷമാണ്, എൻ്റെ ഹെൽത്തിനെ ടേക്ക് കെയർ ചെയ്യാനുള്ള കാര്യമാണ്, അതുകൊണ്ട് ഞാൻ ഇത് കഴിച്ചിരിക്കും എന്ന് പറയാം. ഹസ്ബൻഡിനോട് കാര്യം പറയാം, നിങ്ങളത് ഡെയിലി ബേസിസിൽ കഴിക്കുക, അത് നമുക്ക് നോക്കാം ആരാണ് എന്താ പ്രശ്നം ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം, അതിനുശേഷം നമുക്ക് പിന്നീട് അതിനെക്കുറിച്ച് ചിന്തിക്കാം, അവരുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്നുള്ളതൊക്കെ നമ്മളോട് വന്ന് പറയൂ, എന്നിട്ട് നമുക്ക് അവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്യാം, ഇപ്പം നിങ്ങൾ ഇത് ഡിറ്റർമൈൻഡ് ആയിട്ട് നിങ്ങൾ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അത് കഴിഞ്ഞ് അവരത് കഴിക്കുന്നുണ്ട്, അവരത് കുടിക്കുന്നുണ്ട്, ഒരു പ്രശ്നങ്ങളും ഇതുവരെയും വന്നിട്ടില്ല. പക്ഷെ അവരുടെ ഈ ഒരു തോട്ട് ഒരു കാര്യത്തിലോട്ടും ഒന്നും മുന്നോട്ട് പോകാൻ അവർക്ക് ഇതൊരു മെന്റൽ ബ്ലോക്കായിട്ട് വന്നിരിക്കുകയാണ്. അവരുടെ പഴയ കുറെ കാര്യങ്ങളൊക്കെ അവർക്ക് ഇത്തരം ഭയത്തിനെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആദ്യം തന്നെ അവർ ചില കാര്യങ്ങളെ നെഗേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ സംഭവിക്കാറുണ്ട്. അപ്പൊ ആദ്യം നമ്മളുടെ കാര്യങ്ങളിൽ നമ്മൾ സന്തോഷം കണ്ടെത്താൻ നമ്മൾ അത് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ ഏർപ്പെടുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി വരുന്ന കാര്യമാണ് നമ്മൾ ഗോൾസ് സെറ്റ് ചെയ്യുക എന്നുള്ളത്. അതായത് ചെറിയ ചെറിയ ഗോൾസ് വെച്ചിട്ട് നമ്മളത് നേടാൻ ശ്രമിക്കുക, അത് എൻജോയ് ചെയ്യുക, അത് സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പം നമ്മളുടെ ഗോൾസ് ഒക്കെ ചിലപ്പോൾ മറ്റുള്ളവർ ചിലപ്പോൾ അപ്രിഷ്യേറ്റ് ചെയ്തോളണം എന്നുണ്ടാവില്ല. പലപ്പോഴും ചിലപ്പോൾ കമൻസ് ഇങ്ങനെയായിരിക്കും, ഈ പ്രായത്തിൽ ഇനിയിപ്പം അത് പഠിക്കാൻ പോവാണോ, ഇത് പഠിക്കാൻ പോവാണോ, ഇത് ചെയ്യാൻ പോവാണോ, നീ ഇതിന്റെ മുന്നേ ആ ഒരു കാര്യമല്ലേ ചെയ്തത്, ഇതിപ്പോ എന്തായി എന്നൊക്കെ ചോദിച്ച് നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഒരു റൈറ്റ് ആയിട്ടുള്ള ഒരു പേർപ്പസിലോട്ട് എത്തിയിട്ടുണ്ടാവില്ല. അപ്പൊ നമ്മളിങ്ങനെ കറങ്ങി തിരിഞ്ഞിരിക്കുന്നുണ്ടാവും. അപ്പൊ ഇപ്പോഴും അത് തേടുന്നവരുണ്ടാവും, അവനവന്റെ റൈറ്റ് ഗോൾ എന്താണ്, പേർപ്പസ് എന്താന്നൊക്കെ നോക്കുന്നവർ, അതായത് അക്കാഡമിക് ആയിട്ടൊക്കെ ചിലപ്പോൾ. അപ്പം അതൊക്കെ മനസ്സിലാക്കി ചെറിയ ഗോൾസ് സെറ്റ് ചെയ്ത്, അതായത് ചെറിയ ചെറിയ സ്മോൾ ഗോൾസ് ആണ് നമ്മുടെ ലൈഫ് ഗോളിലോട്ട് നമ്മളെ എത്തിക്കുന്നത്. അപ്പം ഒരു പൊസിഷനിലോട്ട് എത്തണമെങ്കിൽ അതിന് വേണ്ട കോഴ്സസ് ചെയ്യേണ്ടി വരും അല്ലേ. അപ്പം അതൊക്കെ ചെയ്തു വരുമ്പോഴത്തേക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ എക്സാംസിന് എഴുതാൻ, പ്രിപ്പയർ എക്സാം ടെൻഷൻസ്, ഇതൊക്കെ അതിനോടൊപ്പം. അപ്പോൾ എല്ലാ ഗോൾസിനോടൊപ്പം അതിൻ്റെതായിട്ടുള്ള സ്ട്രെസ്സുകൾ ഉണ്ടാവും എന്നുള്ളതും, അതൊക്കെ പോസിറ്റീവ് സ്ട്രെസ്സാണ്. അതിനെയൊക്കെ പോസിറ്റീവായിട്ട് എടുക്കാനും അതിന് നമ്മൾ കോപ്പിംഗ് മെക്കാനിസം ഉപയോഗിച്ച് ബ്രീത്തിങ് എക്സസൈസും മറ്റുള്ള കാര്യമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ആ സ്ട്രെസ്സിനെ മെയിൻറ്റെയിൻ ചെയ്ത് വേണ്ട രീതിയിൽ സഹായമൊക്കെ എടുത്ത് നമ്മൾ മുന്നോട്ട് പോയി ആ ലക്ഷ്യങ്ങളെ അച്ചീവ് ചെയ്യുക, അതിനെ സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. മറ്റുള്ളവരുടെ അപ്രിസിയേഷന് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യരുത് എന്നുള്ളതും ആദ്യം ഓർമ്മിപ്പിക്കുകയാണ്. മറ്റുള്ളവർ അപ്രിഷിയേറ്റ് ചെയ്താൽ അതൊരു ബോണസ് ആയിട്ട് എടുക്കുക, താങ്ക് യു എന്ന് പറയുക. ഇനി ആരും അപ്രിഷിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ യു ഷുഡ് അപ്രിഷിയേറ്റ് യുവർ സെൽഫ് എന്നുള്ളതാണ് ഇതിൽ കാര്യം. ചിലപ്പം നല്ലൊരു എൻഡ് റിസൾട്ട് നിങ്ങൾ എത്തേണ്ടടുത്ത് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളൊപ്പം ലോകം തന്നെ നിങ്ങളുടെ ഒപ്പം, നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ ഫ്രണ്ട്സും ഒക്കെ നിങ്ങളെ അപ്രിഷിയേറ്റ് ചെയ്യാനും നിങ്ങളെ മറ്റുള്ളവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനൊക്കെ അവർ വന്നേന്ന് വരും. പക്ഷെ നിങ്ങൾ എടുക്കുന്ന സ്റ്റെപ്പിൽ ചിലപ്പം അവർ ആദ്യം തന്നെ ചിലപ്പോൾ നെഗറ്റീവ് കമൻസ് ഒക്കെ പറയും. പക്ഷെ അത് എൻഡ് റിസൾട്ട് കാണുമ്പം അവർ പോസിറ്റീവായിട്ട് നിങ്ങളുടെ കൂടെ നിങ്ങളെ അപ്രിഷിയേറ്റ് ചെയ്യാൻ വരുമായിരിക്കും. വന്നിട്ടില്ലെങ്കിലും യു ഷുഡ് ബി ഹാപ്പി. ആൻഡ് അതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഈ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുകയും അത് സെലിബ്രേറ്റ് ചെയ്യുകയും ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിന് ഒരു ഗൈഡിങ് സ്റ്റാർ പോലെയാണ്, ഒരു ദിശാബോധം കൊണ്ടുവരും എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു കാറ്റത്ത് ആടി നടക്കുന്ന അല്ലെങ്കിൽ പാറി നടക്കുന്ന ഒരു കരിയിലെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ഈ ഒരു കോഴ്സ് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട്, ആ ഒരു കോഴ്സ് എന്ന് പറയുമ്പോൾ അങ്ങോട്ട് എന്നുള്ളത്. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മുടെ മെയിൻ ഗോളിലോട്ട് എത്തിക്കുന്ന രീതിയിലോട്ട് വേണം നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടത് എന്നുള്ളതാണ്.
അപ്പം ഈ ലക്ഷ്യങ്ങളൊക്കെ പലർക്കും പലതായിരിക്കാം. അതെപ്പോഴും അക്കാഡമിക് റിലേറ്റഡ് ആയിക്കോളണം എന്നുണ്ടാവില്ല. അല്ലെങ്കിൽ ഒരു വലിയൊരു ജോലി, പിന്നെ ഓഫീസിൽ പോവാം, അതുപോലെ തന്നെ വലിയ വലിയ കാറ്, വലിയ വീട്, ഇത് വലിയ ഒരുപാട് പണം, ഇതൊന്നും ആവില്ല എല്ലാവരുടെയും ലക്ഷ്യങ്ങൾ. ഓരോരുത്തരുടെ ലക്ഷ്യങ്ങൾ ഡിഫറെൻ്റ് ആയിരിക്കും. ചിലർക്ക് റിലീജിയസ് ആയിട്ട് നോളജ് സ്വീകരിക്കാനായിരിക്കും താല്പര്യം, ചിലർക്ക് വേറെ എന്തെങ്കിലും ആയിരിക്കും താല്പര്യം. അപ്പം ചിലപ്പോൾ വീട് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതും അതിന് വേണ്ട കാര്യങ്ങളോട്ട് ഇൻവോൾവ് ഒന്നായിരിക്കും. അപ്പം നിങ്ങളുടെ ലക്ഷ്യങ്ങളും നിങ്ങളുടെ ആഗ്രഹങ്ങളും നിങ്ങളുടെ സന്തോഷങ്ങളും നിങ്ങൾ നിശ്ചയിക്കുക. അത് മറ്റുള്ളവരെ അപ്രിഷിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചൊന്നും നിങ്ങൾ വറീഡ് ആവേണ്ട ആവശ്യമേ ഇല്ല എന്നുള്ളതാണ് ആദ്യം നിങ്ങളോട് പറയേണ്ടത്. ഇഫ് someone is not understanding your journey, that's okay, because it's your journey, not their journey എന്ന് മനസ്സിലാക്കുക. ഇത് നിങ്ങളുടെ യാത്രയാണ്, നിങ്ങളുടെ ജീവിതമാണ്, അവരെ മനസ്സിലാക്കണം എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ആൻഡ് ഫൈനലി യു ഷുഡ് ലവ് യുവർ സെൽഫ്. സ്വയം സ്നേഹിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുക. നിങ്ങൾ നിങ്ങളെ സ്നേഹിച്ചിട്ടില്ലെങ്കിൽ ലോകത്ത് ഇനി ആരൊക്കെ നിങ്ങളെ സ്നേഹിച്ചാലും നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യില്ല എന്നുള്ളതാണ്. അപ്പൊ സെൽഫ് ലവ്, സെൽഫ് വർത്ത്, സെൽഫ് റെസ്പെക്ട്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഈ സെൽഫ് ലവിൻ്റെ വേറൊരു ഭാഗമാണ് സ്വന്തമായിട്ടുള്ള പോരായ്മകളെ, നമ്മുടെ ലിമിറ്റേഷൻസിനെ മനസ്സിലാക്കുക, അംഗീകരിക്കുക എന്നുള്ളത്. ഓക്കെ, എനിക്ക് പാടാൻ കഴിവില്ല, ഓക്കെ, സോ ഇറ്റ്സ് ഓക്കെ, എല്ലാവർക്കും പാടാൻ കഴിഞ്ഞോളണമെന്നില്ല. അപ്പം ആ ഒരു ലിമിറ്റേഷൻ ഇല്ല, ഞാൻ പാടും എന്ന് പറഞ്ഞിട്ട് എല്ലായിടത്തും പോയിട്ട് കോമാളിയായിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എൻ്റെ ലിമിറ്റേഷൻസിനെ മനസ്സിലാക്കി എനിക്ക് പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യരുത്. നമ്മൾക്ക് ഹാപ്പിനെസ് കിട്ടാത്ത കാര്യങ്ങൾ, നമ്മളുടെ സെൽഫ് റെസ്പെക്റ്റ് കളയുന്ന കാര്യങ്ങളിലോട്ട് നമ്മൾ പോകരുത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരാൾ ചെയ്തു എന്നുള്ളതിനെ കൊണ്ട് അത് നമ്മൾ ചെയ്യണമെന്ന് നിർബന്ധമുള്ള കാര്യമല്ല. ദർ ഇസ് നോ കമ്പൽഷൻ എന്നുള്ളതാണ്, അല്ലെ? അപ്പം പോരായ്മകളെ അംഗീകരിക്കുക, മനസ്സിലാക്കുക. ആരെങ്കിലും പറയുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ, ഒരു സ്ത്രീക്ക് മനസ്സിലാക്കാൻ എളുപ്പമുള്ള ഒരാൾ ഒരു ബിരിയാണി ഉണ്ടാക്കി, അല്ലെ, ബിരിയാണി എന്തെങ്കിലും ഉണ്ടാക്കി, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഷ് ഉണ്ടാക്കി. ബിരിയാണി ആകുമ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ അത് ഉണ്ടാക്കി, അത് ചിലപ്പം അത്ര ഒരു നന്നായിക്കോളണം എന്നുണ്ടാവില്ല. ചിലപ്പോൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ചിലർക്ക് അത് ഫുഡ് കുക്കിങ്ങിലൊന്നും വലിയ താല്പര്യം ഉണ്ടായിക്കോളണം എന്നുണ്ടാവില്ല. അപ്പോൾ ഒരാൾ നമ്മളോട് പറയുകയാണ്, ഇത് അത്ര വലിയൊരു ടേസ്റ്റ് ഇല്ല, അല്ലെങ്കിൽ സ്വയം തന്നെ അത് മനസ്സിലാക്കുകയാണ്. ദാറ്റ്സ് ഓക്കെ. അവിടെ നമ്മൾ അതിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ പഠിക്കുക, എന്തൊക്കെ ടിപ്സ് ഉണ്ട് നോക്കുക. അത് വേണമെങ്കിൽ നമുക്കത് അച്ചീവ് ചെയ്യേണ്ട ഒരു ഗോൾ ആണെങ്കിൽ അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി വീണ്ടും ഡിസ്ഹാർട്ടൻഡ് ആവാണ്ട് അതിലോട്ട് പോവുക. ഇല്ലെങ്കിൽ ഓക്കെ, കമന്റ്സ് അങ്ങനെ പറയുന്ന ആൾക്കാരാണ്, നീ പറഞ്ഞത് ശരിയാണ്, കാരണം എനിക്ക് കുക്കിങ്ങിനോടൊന്നും അത്ര വലിയ താല്പര്യമില്ല, പിന്നെ ഞാൻ ഇതൊരു എൻ്റെ ഒരു കർമ്മം എന്നുള്ള രീതിയിൽ ചെയ്തു പോകുന്നു, അതുകൊണ്ടായിരിക്കാം എന്നുള്ളൊരു അംഗീകാരം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഡിഫെൻസീവായിട്ട് ഇരിക്കാണ്ട് നമ്മൾ അതിനെ ട്രൂത്ത്ഫുൾ ആയിട്ട് അംഗീകരിച്ചു കഴിഞ്ഞാൽ ആ പ്രശ്നം അവിടെ പരിഹരിക്കപ്പെടുന്നതാണ്. പിന്നെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങളാണെങ്കിൽ നമുക്ക് ഇമ്പ്രൂവ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ കഴിവുകൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തി മനസ്സിലാക്കി അതിൽ പൂർണ്ണമായിട്ടുള്ള വിശ്വാസം ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും ചെയ്യേണ്ട വേറൊരു കാര്യം. അതുപോലെ തന്നെ നമ്മൾ നമ്മളെ റെസ്പെക്ട് ചെയ്യുക. സെൽഫ് റെസ്പെക്ട് ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ്. നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്നില്ലെങ്കിൽ, നിങ്ങളെ സ്നേഹിക്കുന്നില്ലെങ്കിൽ, ലോകം മുഴുവനും നിങ്ങളെ സ്നേഹിച്ചാലും ബഹുമാനിച്ചാലും നിങ്ങൾക്കത് ഫീൽ ചെയ്യില്ല. യു മേ ഫീൽ ഓക്കെ, അവരെന്നെ കളിയാക്കുകയാണോ, അവരെന്താ ഇങ്ങനെ പറയുന്നത്, അവരെന്നെ ആക്കി പറഞ്ഞതാണോ എന്നൊക്കെ ഒരു സംശയം വരാനുള്ള ഒരു കാരണം ഇതൊക്കെ കൊണ്ടാണ്. അതായത് സെൽഫ് ലവ്, സെൽഫ് റെസ്പെക്റ്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മൾ ശരിക്കും ശ്രദ്ധിച്ചാൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഉള്ളിലുള്ള കുറേ പ്രശ്നങ്ങളിൽ നിന്നും ഏറെക്കുറെയൊക്കെ പുറത്തു വരാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് പല പ്രശ്നങ്ങളിലും കടന്നിട്ട് നിങ്ങൾക്ക് ഒന്നിനും ഒരു സൊല്യൂഷനൊന്നും കണ്ടെത്താണ്ട് കൺഫ്യൂസ്ഡ് ആണ്, ഭയങ്കരമായിട്ട് സ്ട്രഗ്ലിംഗ് ആണ്, നിങ്ങൾ സ്റ്റക്കായ ഫീലിംഗ് ഉണ്ട്, ഒരു ക്ലാരിറ്റി ഒക്കെ കിട്ടാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു 1-2 കൗൺസിലിംഗ് സെഷനൊക്കെ എടുത്തു കഴിഞ്ഞാൽ പ്രൊഫഷണലി നിങ്ങൾക്ക് ഹെൽപ്പ് കിട്ടും. തീർച്ചയായിട്ടും അതിനിപ്പം നിങ്ങൾ സെൻറ്റേഴ്സിലും അവിടെ ഇവിടെ ഒന്നും പോകേണ്ട ആവശ്യമില്ല. ഹൈലി ട്രെയിൻഡ് ആൻഡ് ക്വാളിഫൈഡ് ആയിട്ടുള്ള തെറാപ്പിസ്റ്റുകളും സൈക്കോതെറാപ്പിസ്റ്റുകളും കൗൺസിലേഴ്സും സൈക്കോളജിസ്റ്റും ഒക്കെ തന്നെ അവൈലബിൾ ആണ്, നമ്മുടെ പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. ഇനി ഒരു മെൻ്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷനൊക്കെ എടുക്കുക വഴി നിങ്ങൾക്ക് സൈക്യാട്രിക് ഇഷ്യൂസോ അല്ലെങ്കിൽ അങ്ങനെ മെഡിക്കേഷൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ അതിൻ്റെ സപ്പോർട്ട് തരാനും സൈക്യാട്രിക് ഡോക്ടേഴ്സും നമുക്ക് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ AMCCയിൽ അവൈലബിൾ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, മറ്റുള്ളവരിലോട്ട് ഈ കാര്യങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുക, അവരെ തീർച്ചയായിട്ടും സഹായിക്കുക. നിങ്ങൾക്ക് പ്രൊഫഷണലി അതിലെ ക്വാളിഫിക്കേഷൻസും സ്കിൽസും ഒന്നും ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇങ്ങനത്തെ കാര്യങ്ങൾ റെഫർ ചെയ്ത് കൊടുത്ത് അവരുടെ ലൈഫിനെ ഹെൽപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ.
ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഒന്നുകൂടി സമ്മറൈസ് ചെയ്ത് പറയാം, നിങ്ങൾ നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തു വരാൻ സഹായിക്കുന്ന ചില കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഇവിടെ സംസാരിച്ചത്. ആദ്യം ഐഡന്റിഫൈ യുവർ പ്രോബ്ലംസ്, പ്രശ്നങ്ങൾ തിരിച്ചറിയുക. സെക്കൻഡ് വൺ ഈസ് നിങ്ങൾ സീക്കിംഗ് ഹെൽപ്പ് എന്നുള്ളതാണ്, അതായത് സഹായം തേടുക. ദെൻ നമ്മൾ എന്താ പറയുക, സ്വയം നമ്മളെ ടേക്ക് കെയർ ചെയ്യുക എന്നുള്ളതാണ്, സെൽഫ് കെയർ ആണ്. ഫോർത്ത് വൺ ഈസ് പോസിറ്റീവ് തോട്ട്സ് എന്നുള്ളതാണ്. ഫിഫ്ത്ത് വൺ നമ്മൾക്ക് പേഷ്യൻസ് ഇല്ലേ, പേഷ്യൻസ് ഇല്ലെങ്കിൽ നമ്മൾ പേഷ്യൻ്റ് ആവും, രോഗിയായി മാറും. ക്ഷമയോടെ നമ്മൾ എല്ലാത്തിനും വേണ്ടി കാത്തിരിക്കുക, നന്മയ്ക്ക് വേണ്ടിയിട്ട് എന്നുള്ളത്. അതുപോലെ തന്നെ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ നമ്മൾ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന് പറഞ്ഞ പുസ്തകമൊക്കെ പലരും വായിച്ചിട്ടുണ്ടാകും. അതിൽ പറയുന്നതൊക്കെ പോലെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക എന്നുള്ളതും, ഗോൾസ്, ലൈഫ് ഗോൾസിലോട്ട് എത്താൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ ഗോൾസ്, സ്മോൾ ഗോൾസ്, സ്മാർട്ട് ഗോൾ ഫിക്സ് ചെയ്ത് വെച്ചുകൊണ്ട് ലക്ഷ്യങ്ങൾ എത്തിപ്പിടിക്കാൻ ശ്രമിക്കുക. അത് സെലിബ്രേറ്റ് ചെയ്യുക. വെറും ടെൻഷൻ ജേണി മാത്രം ആവരുത്. ലക്ഷ്യങ്ങൾ വെക്കുമ്പം നമുക്ക് എപ്പോഴും ടെൻഷൻസ് ഉണ്ടാവും. വെറും ടെൻഷനിൽ മാത്രം ഫോക്കസ് ചെയ്യരുത്. അത് കിട്ടുമ്പം, അത് നമ്മൾ അച്ചീവ് ചെയ്യുമ്പോൾ അത് സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളത്, നിങ്ങൾ സ്വയം സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നീട് വരുന്നതാണ് നമ്മൾ സെൽഫ് ഹെൽപ്പ് എന്നുള്ളത് അല്ലേ, സെൽഫ് ലവ്, സെൽഫ് റെസ്പെക്ട്. ഇതൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഏറെക്കുറെ നമുക്ക് എല്ലാ പ്രശ്നങ്ങളിൽ നിന്നുമൊക്കെ നമുക്ക് പുറത്ത് കടക്കാൻ കഴിയും. ഇല്ലെങ്കിൽ ഇതൊന്നും നമുക്ക് നടക്കുന്നില്ല, എല്ലാം ചെയ്തിട്ടും എനിക്ക് പറ്റുന്നില്ല എന്നുള്ളൊരവസ്ഥയിലാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു പ്രൊഫഷണലെ കാണാനും അപ്പോയിൻമെൻ്റ് എടുത്ത് മുന്നോട്ട് വരാനും ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.